ശരിക്കും ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണോ, സത്യം അല്ല എന്നെങ്കിൽ നമുക്ക് അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്താണ് ചേച്ചി ശരിക്കും സത്യം? അതെ, ക്യാൻസറാണ്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വന്ന് കരയണ്ട എന്നോർത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതും. ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്തു നിന്ന് ഞാനിത് മറച്ചു വെച്ച് ഇത് പറയാൻ സമയമായി എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ എങ്ങനെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. സീരിയസ്ലി ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഒരാളുകളിൽ ഒരാളാണ് രേണുസുതി, അല്ലേ? നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ കളിയാക്കലുകളാകാം, എക്സ്പോസിങ്ങിലാകാം, ഏറ്റവും കൂടുതൽ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ളതും ഞാൻ രേണുസുതിയെ എക്സ്പോസ് ചെയ്യുന്നതും രേണുസുതിയെ റിയാക്ട് ചെയ്യുന്നതും രേണുസുതിയെ വലിച്ചു കയറി ഒട്ടിക്കുന്നതൊക്കെ തന്നെയാണ്. ഞാൻ ഇപ്പോഴും പറയാം, രേണുസുതി എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്ന കണ്ടന്റിനോടോ കാര്യങ്ങളോടോ ഒന്നും എനിക്കൊരു യോജിപ്പുമില്ല. ഞാൻ അതുകൊണ്ട് തന്നെയാണ് അന്നും ഇടക്കാലം വരെയും വിമർശിച്ചത്. ഓക്കെ, പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ രേണുവിന് ഒരു അസുഖമുണ്ടെന്ന് ഞാൻ അറിഞ്ഞതിന് ശേഷം എനിക്ക് ഉറപ്പില്ലായിരുന്നു അങ്ങനെ ഇത് കള്ളമാണോ, ഇനി ഞാൻ വീഡിയോ നിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നതാണോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ടിലായിരുന്നു ഞാൻ. കാരണം അതിൻ്റെ റിപ്പോർട്ട്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഡൗട്ടിലായിരുന്നു. അങ്ങനെ ഡൗട്ടിലായതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വീഡിയോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. കാരണം പറ്റിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വീഡിയോ ഞാൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ എക്സ്പോസ് ചെയ്യാതെയും കൂടുതൽ റിയാക്ട് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പരിപാടിയാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എന്നാൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യമായിട്ട് ചെങ്ങന്നൂർ പോയ സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് അന്വേഷിച്ചു. അവസാനം കൺഫേമായി രേണുവിന് ഇങ്ങനൊരു അസുഖമുണ്ടെന്ന് ഉള്ളൊരു കാര്യം കൺഫേമായി. പക്ഷേ കൺഫേമായ അന്ന് തന്നെ ഞാൻ ഇൻസ്റ്റയിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. രേണു ഇനിയെങ്കിലും കുറച്ച് ഒന്ന് ഒതുങ്ങ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ ഇൻസ്റ്റയിൽ കിച്ചുവിൻ്റെ ആ ഒരു വിഷയം നടക്കുന്ന സമയത്താണ് കേട്ടോ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഇട്ട് അതിനുശേഷം ഞാൻ പിന്നെ അതിൻ്റെ അസുഖത്തിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ പറഞ്ഞില്ല. ഞാൻ അതിനുശേഷം വീഡിയോ സ്റ്റോപ്പ് ചെയ്തു, ഞാൻ നിർത്തി. പിന്നെ രേണുവിൻ്റെ വീഡിയോസ് ഞാൻ ഇടാതായപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പേഴ്സണിലേക്ക് ചോദിച്ച് അതിൽ ഇന്ന് വീഡിയോ ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. കാരണം സ്ഥിരം കാണുന്ന കുറേ ഓഡിയൻസ് ഉണ്ട്. ഇവളുടെ റീലൊക്കെ എടുത്ത് വെച്ച് കളിയാക്കുന്നതും അതുപോലെ എക്സ്പ്രഷൻ ഇട്ടിട്ട് ഞാൻ കുറേ കളിയാക്കുന്നതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു. ഞാൻ പക്ഷെ ഒന്നും തിരിച്ച് റിപ്ലൈ കൊടുക്കാതെ. ഓക്കെ, ഞാൻ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോയി. പിന്നെ സോഷ്യൽ മീഡിയയിൽ രേണുവിന് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നുള്ളൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ വരുന്നു. ആ ഒരു വിഷയത്തിലോട്ട് ഞാൻ വരാം കേട്ടോ. അതിനു മുന്നേ സത്യം പറയാമല്ലോ, നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അസുഖം വരരുത്. ഞാൻ സത്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പോയി ഈ ഒരു കേസ് അറിഞ്ഞ സമയത്ത്. ഇപ്പോൾ രേണു എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയോടോ രേണുവിൻ്റെ പേഴ്സണൽ കാര്യങ്ങളോടോ ഒന്നും എനിക്കൊരു യോജിപ്പില്ല. എന്ന് വെച്ചിട്ട് അവൾക്കിങ്ങനെ ഒരു അസുഖം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുമാതിരി ആയിപ്പോയി. ഉള്ള കാര്യം പറയാം, ഞാൻ സീരിയസ്ലി ഒരുമാതിരി ആയിപ്പോയി. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ കൊച്ചു മനുഷ്യത്വമുള്ളത് ആയിരിക്കണമെന്നല്ല, ആണ്. എനിക്കന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒട്ടും പറ്റിയില്ല. ഞാനത് ഒരുമാതിരി ആയിപ്പോയി. ഞാൻ അന്ന് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഉള്ള പയ്യന്മാരോടൊക്കെ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, സത്യം പറഞ്ഞാൽ എനിക്ക് ഓക്കെ അല്ല. കാരണം എന്തോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പം രേണു എന്ന് പറയുന്ന വ്യക്തി ഈ ഭൂലോകത്തുനിന്ന് ഇല്ലാണ്ടാകണമെന്നോ അല്ലെങ്കിൽ നശിച്ചു പോകണമെന്നോ മരിച്ചു പോകണമെന്നോ ഒന്നും അല്ല നമ്മൾ പറയുന്നത്. നമ്മളവൾ ഇങ്ങനത്തെ കോപ്പറായ കണ്ടന്റുകളൊക്കെ ഒഴിവാക്കുക, കുട്ടികളടക്കം കാണുന്ന പ്ലാറ്റ്ഫോമാണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് രേണുവിന് ഇങ്ങനൊരു വിഷയം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാനൊരു വല്ലാത്തൊരു ഇതിലായിരുന്നു കുറച്ച് ആ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞ സമയത്ത്. ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ ഓക്കെയാണ്. രേണുവും ഡബിൾ സ്ട്രോങ് ആണെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഒരുപാട് സങ്കടമൊക്കെ ഇൻ്റർവ്യൂവിൽ കണ്ട സമയത്ത് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, എന്തായാലും ഞാനൊരു കാര്യം പറയാം. ഞാൻ രേണുവിൻ്റെ വീഡിയോസോ കാര്യങ്ങളോ എടുക്കത്തില്ല, ഇനി അങ്ങോട്ട് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ ഇത് ചെയ്തില്ലായിരുന്നു. ഇത് ചെയ്തത് ഒരു റീസൺ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2 വാക്ക് പറയണമെന്ന് തോന്നി. കാരണം നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ കുറേ പേര് പറയും, നീ ഒരുപാട് അവളെ വിറ്റ് തിന്നില്ലടാ, അങ്ങനെ ഇങ്ങനെയാണെന്ന്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാ റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം എൻ്റെ കണ്ടൻസാണ്. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ശരിയെന്ന് പറയും, തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ തെറ്റെന്ന് പറയും. എന്ന് വെച്ചിട്ട് ഞാൻ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഒരു മാരക അസുഖം വരണമെന്നോ അല്ലെങ്കിൽ അവർ മരിച്ചു പോകണമെന്നോ എന്നൊന്നും ഞാൻ ആഗ്രഹിക്കത്തില്ല. ഞാൻ എപ്പോഴും നശിച്ച് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരേ ഒരു ടീം അല്ലെങ്കിൽ ഒരേ ഒരു കുടുംബം മാത്രമേ എനിക്ക് എൻ്റെ കൺമുന്നിലുള്ളൂ. എൻ്റെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യമാണ്. ഓക്കെ, എനിക്ക് നശിച്ച് നാറാണത്താകണം ആ കുടുംബം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്.
അല്ലാണ്ട് വേറെ ഒരു മനുഷ്യന്മാരും മരിക്കണമെന്നോ നശിച്ചു പോകണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. പക്ഷെ ഇപ്പോൾ അതും വേണ്ട. കാരണം ഞാൻ പള്ളികളിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് വചനങ്ങൾ കേൾക്കുന്ന സമയത്തും നമ്മളെ ശത്രുക്കൾക്ക് അവർ നശിച്ചു പോകണമെന്ന് പോലും നമ്മൾ ആഗ്രഹിക്കരുതെന്ന് പറയുന്നത് ഒക്കെ വചനങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പം അതും ആഗ്രഹിക്കാറില്ല. ഓക്കെ, അവർക്ക് ദൈവം ശിക്ഷ കൊടുക്കട്ടെ. എനിക്കിട്ട് പണിത അല്ലെങ്കിൽ എന്നെ ദ്രോഹിച്ച് എന്നെ അത്രയും ഒരു വേസ്റ്റ് സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ച ആൾക്കാർക്ക് ദൈവം അതിനുള്ള പണി കൊടുക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ രേണുവിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഈ രേണുവിന് അസുഖമാണെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ അറിയുന്ന സമയത്ത് ഒരുപാട് കമൻസൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ബിഷപ്പിൻ്റെ ശാപം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ടായിരുന്നു. ഇതുപോലെ ഒരുപാട് പേര് നന്ദി ചെയ്തവരെടുത്ത് നന്ദികേട് കാണിച്ചതിൻ്റെ ശാപം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു. ഒരു പോയിന്റിൽ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഒരു പോയിന്റിൽ സഹതാപം, ഒരു പോയിന്റിൽ ഇവളെങ്ങനെയെങ്കിലും തൊലഞ്ഞു കിട്ടിയാൽ മതി എന്നൊക്കെ പല രീതിയിലാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. ഇപ്പം ഞാനും ചിന്തിച്ചിരുന്നു ഇവളെ തൊലയണമെന്നോ നശിക്കണമെന്നല്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ ഇമാതിരി അപരാധങ്ങൾ കാണിക്കുന്നത് നിർത്തണം, അല്ലെങ്കിൽ നിർത്തലാക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അല്ലാണ്ട് രേണു മരിച്ചു പോകണമെന്നോ രേണുവിന് ഒരു മാരക അസുഖം വരണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ ഒരിക്കലും ആഗ്രഹിക്കത്തുമില്ല. ഓക്കെ, എനിക്ക് അതിൻ്റെ ഒരു വിഷമമുണ്ട്. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല രേണുവിന് ഇങ്ങനെ ഒരു വിഷയം വരുമെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെതായ ഒരു വിഷമം ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തുവാടേ നീ എന്ത് തേങ്ങ ഇപ്പോൾ വന്നിരുന്ന് ഇങ്ങനെ പറയുന്നു. അങ്ങനെയല്ലടാ, നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പേഴ്സണൽ ഒരു വ്യൂ പോയിന്റിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയും. അതിപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ച് സംസാരിക്കുന്നവനല്ല ഞാൻ. ഇപ്പോൾ അതിൻ്റെ പേരിൽ ചിലപ്പോൾ ഇനിയിപ്പോൾ ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രേണുവിനെ വിമർശിക്കുന്ന ആൾക്കാരെല്ലാം ചിലപ്പോൾ എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യും, എന്നെ തെറി വിളിക്കും, ഒക്കെ വാട്ട് എവർ ഇറ്റ് ഈസ്. എനിക്കത് എൻ്റെ ഒരു വിഷയമല്ല. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോഴാണ് ഞാൻ ഓക്കെ ആവുന്നത്. ഓക്കെ, അല്ലാണ്ട് എൻ്റെ മനസ്സിലൊന്ന് വെച്ചിട്ട് വേറൊന്ന് പെരുമാറിക്കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അവിടെ ഓക്കെ ആവത്തില്ല. കാര്യം പിടികിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരിക്കലും അന്ന് ഈ വിഷയം നടന്ന സമയത്ത് ഷെഫീന ബേബി കുറച്ച് കോൺട്രവേഴ്സീസൊക്കെ ഉണ്ടാക്കി, അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി, വലിയ വിഷയങ്ങളൊക്കെ ആക്കി വെച്ചൊരു സമയം ഉണ്ടായിരുന്നു. ഓക്കെ, ഈ രേണുവിന് ക്യാൻസർ ആണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തും ഷെഫീനയുടെ അടുത്തും ഒരു പെൺകുട്ടി വന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷെഫീന അന്ന് അതെടുത്ത് കണ്ടന്റ് ആക്കി എൻ്റെ വോയിസ് അടക്കം എടുത്ത് പുറത്തിട്ട് അങ്ങനത്തെയൊക്കെ വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ അതിലോട്ട് വരാം. അതിനു മുന്നേ രേണുവിൻ്റെ ആ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് കൊടുക്കാം. ശരിക്കും ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണോ? സത്യം അല്ല എന്നെങ്കിൽ നമുക്ക് അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്താണ് ചേച്ചി ശരിക്കും സത്യം? അതെ, ക്യാൻസറാണ്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വന്ന് കരയുണ്ടായെന്നോർത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതും. ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്തുനിന്ന് ഞാനിത് മറച്ചു വെച്ച് ഇത് പറയാൻ സമയമായി എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കുറച്ച് മോശമാണ്. ബ്രസ്റ്റിൽ നിന്നത് കഷത്തിലേക്ക് വ്യാപിച്ചു, ലിംബിനോട് വഴി ഹാർട്ടിൻ്റെ മസിലിലോട്ട് ചെറുതായിട്ട് വ്യാപിച്ചു, ലങ്സിലോട്ട് വ്യാപിച്ചു. അങ്ങനെ സ്റ്റേജ് 3 കഴിയാറായി. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇപ്പം കടന്നത്. കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്. അതുപോലെ ഇതുപോലെ ക്യാൻസറായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഞാൻ എന്നും ഒരു മാതൃകയായിട്ടിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചേച്ചി ശരിക്കും ഇത് അറിഞ്ഞിട്ട് എത്ര നാളായി ചേച്ചി? ചിലവർ തെറ്റിദ്ധരിച്ചേക്കുന്നത് ഇത് ദുബായിൽ വെച്ചിട്ട് സ്ഥിരീകരിച്ചിട്ട് അവിടെ വെച്ച് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു സംഭവമേ അല്ല ഇത്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഇങ്ങനെ ഒരു ബ്രസ്റ്റിലൊരു മുഴ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ അസുഖമെന്ന് അങ്ങനെ പറയുന്ന ഒരാളല്ല കുഞ്ഞിലെ തൊട്ടേ. അപ്പം നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ട് ഡോക്ടർ അന്ന് അത് ഒരു 15-16 വർഷം മുന്നത്തെ കാര്യമാണ്. നേരം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഇതിങ്ങനെ വെക്കരുത്, ഇപ്പം ഇതിന് വലിയ പ്രശ്നമില്ല, അത് ഫ്യൂച്ചറിൽ ക്യാൻസർ ആകും. അപ്പം ആ സമയത്ത് എനിക്ക് മറ്റൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുക. വേറൊന്നുമല്ല, അപ്പൻഡിസൈറ്റിസിൻ്റെ ഓപ്പറേഷൻ. അപ്പോൾ അതിച്ചിരി പെയിൻഫുള്ളായിരുന്നു. അതുപോലെ നട്ടലിന് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടായിരുന്നു ചെയ്തത്. അപ്പം ഞാൻ ആ ഒരു പേടി മൂലം ഞാനിത് വീട്ടിൽ പറഞ്ഞില്ല. സുധിച്ചേട്ടൻ്റെ മരണശേഷം കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ നമുക്കറിയാം ബ്രസ്റ്റ് ക്യാൻസർ, ഈ ഒരു മുഴ വരുമ്പോൾ നമുക്ക് ബ്രസ്റ്റിന് ആകൃതിയിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഡോക്ടറിന് ഡൗട്ടായി. അങ്ങനെ മാമോഗ്രാമിലൂടെ സംശയം തോന്നി ഡോക്ടറെ വീണ്ടും വിളിപ്പിച്ചു. ബയോപ്സി എടുത്തു.
ബയോപ്സി എടുത്ത റിസൾട്ടും ഞാൻ ഒറ്റയ്ക്കാണ് ചെന്ന് മേടിക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞു ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ശത്രുക്കൾക്ക് പോലും, നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരവസ്ഥ നമുക്കറിയാം, അതിൻ്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ നമുക്കറിയാം. അപ്പോൾ അതെല്ലാം കൂടെ എൻ്റെ തലയിലോട്ട് വന്നിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. ആ റിസൾട്ട് വീട്ടിൽ കൊണ്ട് ഞാൻ ഭദ്രമായിട്ട് വെച്ച് ഒരു മനുഷ്യനോടും പറഞ്ഞു. ഓക്കെ, എത്രയും പെട്ടെന്ന് സുഖമാവട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ചെയ്ത തെറ്റുകൾ എന്ന് പറയേണ്ടി വരും, അതിനുള്ള ശിക്ഷയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ആർക്കും വരരുത്, ശത്രുക്കൾക്ക് പോലും വരരുത്. സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്ത അവസ്ഥയാണ്. എൻ്റെ ഫാമിലിയിലും ഈ അസുഖമുള്ള ആൾക്കാരെയൊക്കെ എനിക്കറിയാം, ചുറ്റുവട്ടത്തുള്ളവരെയൊക്കെ അറിയാം, അവരനുഭവിക്കുന്ന വേദനകൾ അറിയാം. ഓക്കെ, ഇപ്പോൾ എവിടെയും ഞാൻ കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു, 3ാമത്തെ സ്റ്റേജ് ആണെങ്കിൽ ഇങ്ങനെയൊന്നും വന്നിരുന്ന് ഇൻ്റർവ്യൂ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ചിലവർക്ക് 4ാമത്തെ സ്റ്റേജിലും തിരിച്ചറിയാതെ പോയി അവസാന ഘട്ടത്തൊക്കെ അറിഞ്ഞ് ജീവൻ പോയവരൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പം രേണുവിന് അങ്ങനത്തെ വിഷയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, റിക്കവറായി വരും എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒക്കെ ആയി വരാനുള്ള ചാൻസുകൾ കുറേ കൂടുതലെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഓക്കെ, നല്ല കാര്യം, എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ. ഞാൻ ഒരു റിക്വസ്റ്റ് പോലെ വേണമെങ്കിൽ പറയാം, വേറൊന്നുമില്ല, ഇമാതിരി കോപ്പിലെ വീഡിയോകൾ ഇടാതിരിക്കുക. ഓക്കെ, എനിക്കത് യോജിപ്പില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ചിലപ്പോൾ ജീവിക്കാൻ വേണ്ടിയാണെന്ന് പറയും, അല്ലെങ്കിൽ എനിക്ക് കാശില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായാലും എനിക്ക് ആ ഒരു കാര്യത്തോട് എനിക്ക് യോജിപ്പില്ല. ഇങ്ങനെ മെമ്പർഷിപ്പിൽ പോയിട്ട് കുറേ അണാക്കിട്ട് കലക്കി അങ്ങനത്തെയൊക്കെ ഞാനൊന്നും കൂടുതൽ പറയുന്നില്ല. അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാതിരിക്കുക, ജീവിക്കാൻ നോക്കുക. കൂടുതലായിട്ട് എക്സ്പോസീവാക്കി ഒരുമാതിരി ഇതാക്കരുത്, അതെനിക്ക് പറയാനുള്ളൂ. അതൊക്കെ കൊണ്ടാണ് എല്ലാവരും എടുത്തിട്ട് അലക്കിയത്. അതായത് ആൾക്കാർ വിചാരിച്ചതിൻ്റെ അപ്പുറം കോപ്രായങ്ങൾ കാണിച്ചൊരു പോയിന്റിൽ മാറിയപ്പോഴാണ് രേണുവിന് അത്രയും നെഗറ്റീവായി. ഇപ്പോൾ എൻ്റെ ഈ കമൻറ്റ് ബോക്സ് തന്നെ ചെക്ക് ചെയ്യാം, ഒരുപാട് തെറിവിളിയായിരിക്കും എനിക്ക് കിട്ടുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിന് സമാധാനം കിട്ടും, എൻ്റെ മനസ്സിൽ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയും. ചിലപ്പോൾ ഞാനിപ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം, അല്ലെങ്കിൽ രേണുവിനിട്ട് കുത്തുന്നത് പോലെ നിങ്ങൾക്ക് തോന്നാം. വാട്ട് എവർ, അത് നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ തെറ്റാണെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ കേൾക്കുന്ന രീതി പോലെ ആയിരിക്കാം, നിങ്ങൾ ചിന്തിക്കുന്ന രീതി പോലെ ആയിരിക്കാം. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും, പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കി വേറൊരു പോസ്റ്റ് ഞാനൊന്ന് കൊടുക്കാം. മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം രോഗം കൂടുതൽ സാരമായി ബാധിച്ചിരിക്കുകയാണ്. ദയവായി നെഗറ്റീവ് കമൻറ്റുകളും പരിഹാസങ്ങളും ഒഴിവാക്കുക, കഴിയുമെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. ഫിറോസ് KHDC, അതായത് KHDC സംഘടനയിലെ ഫിറോസ് ഭായ് ആണ്. അപ്പോൾ ഫിറോസ് ഭായ് അടക്കം അവർക്കെതിരെ വന്നിട്ടുള്ളതാണ്, ബിഷപ്പ് അടക്കം അവർക്കെതിരെ വന്നിട്ടുള്ളതാണ്. ഈ വന്നവരെല്ലാവരും ഇപ്പോൾ അവരെ കൂടെയുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ല കാര്യം, ഞാനും പറഞ്ഞിട്ടില്ലടാ. ഇപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഞാൻ അടിച്ചു തീർക്കും കേട്ടോ, അടിച്ചു തീർക്കും. ഇപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് എൻ്റെ ശത്രു നിന്ന് കഴിഞ്ഞാൽ ഞാൻ അടിക്കും, എനിക്കും തിരിച്ച് അടിയാണെങ്കിൽ കിട്ടുന്നതെങ്കിൽ ഞാൻ വാങ്ങും. അടിച്ചു തീർക്കുന്നതിൽ എനിക്ക് ഒരു ധാരമുണ്ട്. പക്ഷേ അയാൾക്ക് എന്തെങ്കിലും അസുഖം വന്നോ, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും മാരകമായിട്ട് എന്തെങ്കിലും വിഷയം വന്നോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്സിഡൻറ്റിലോ മരണപ്പെട്ടു പോകാനായിട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല, ഇനി ആഗ്രഹിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഞാൻ മനുഷ്യനല്ല, മൃഗത്തേക്കാൾ കേവലമായ മറ്റെന്തോ ജന്തുവാണെന്ന് പറയേണ്ടി വരും. ഓക്കെ, അങ്ങനത്തെ ജന്തുക്കളും ഉണ്ട് ഈ ലോകത്ത്, ഞാൻ അതിലോട്ട് വരാം. അപ്പം നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, നിനക്കിപ്പോൾ എവിടെ നിന്നാടാ സഹതാപം വന്നെന്ന്? എന്തിന്? എനിക്ക് പേഴ്സണലി രേണുവിൻ്റെ അടുത്ത് ഒരു ദേഷ്യവുമില്ല. കാണിക്കുന്ന കോപ്രായങ്ങളും കണ്ടന്റുകളും എനിക്ക് യോജിപ്പില്ലാത്തതുകൊണ്ട് ഞാൻ വിമർശിക്കും, അതിനിയും ചെയ്യും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പേഴ്സണലി എനിക്ക് അവളുടെ അടുത്തൊരു ദേഷ്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു അസുഖം അവൾക്കുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി എൻ്റെ ശത്രു ആയിരുന്നെങ്കിൽ കൂടി ഇങ്ങനൊരു അസുഖം വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ വലിച്ചു ഒട്ടിക്കാൻ നിൽക്കത്തില്ല. ഓക്കെ, അല്ലാണ്ട് രേണു ചെയ്യുന്ന വീഡിയോ എല്ലാം സൂപ്പറാണ് എന്ന് ഞാൻ പറയത്തില്ല. ഓക്കെ, വലിച്ചു ഒട്ടിക്കാൻ ഞാൻ ഇനി വരത്തില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പ്രസൻറ്റ് ചെയ്യും. ബാക്കി വീഡിയോ കുറച്ച് കാണാം. കരീഷ്മ അറിയാം, മാനേജർ എൻ്റെ ചേച്ചിയോട് പോലും പറഞ്ഞില്ല, കാരണം അവരൊക്കെ വിഷമിക്കും. കരീഷ്മയോട് പറഞ്ഞത് തന്നെ കരീഷ്മ എന്നോട് ചോദിച്ച് എന്താണ് നീ എന്താ, അവൾക്ക് നമ്മുടെ ഒരു സംസാരം വ്യത്യാസമായി അവൾക്ക് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ഒരു സംഭവം ഉണ്ട്, അവൾ ഞെട്ടിപ്പോയി. ഇപ്പം ഞാൻ ആരോടും പറഞ്ഞു, കുറേ നാൾക്ക് മുന്നേ ആണിത്, ഞാൻ ആരോടും പറഞ്ഞില്ല, വീട്ടിലും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി, ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. കരീഷ്മ അറിഞ്ഞതിന് ശേഷം ചേച്ചി അറിഞ്ഞു, ചേച്ചിയോട് പറഞ്ഞു കരീഷ്മ. അപ്പം എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി, നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയി പെറ്റ് സ്കാൻ എടുത്തിട്ട്. അവിടുത്തെ ഡോക്ടർ വീണ്ടും കുറേ പരിശോധനകൾ, പതോളജിയും അതുപോലെ ബയോപ്സിയും, വീണ്ടും MRI വിത്ത് മാമോഗ്രാം, അതുപോലെ ഒരുപാട് ശരീരത്തിൽ ഒരുപാട് സ്കാനിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ ഈ കഴിഞ്ഞ
അവരുടെ ഇതിൽ അതായത് മുന്നമേ നമ്മൾ അറിഞ്ഞെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിലാണ് അറിഞ്ഞത്. പക്ഷെ മെഡിക്കൽ കോളേജുകാർക്ക് അവർ വീണ്ടും പരിശോധിക്കും. ഇതെന്താണെന്ന് അറിയണ്ടേ, ഇതെന്താണ് എങ്ങനെയാണെന്ന് അവർ വീണ്ടും പരിശോധിച്ച് കഴിഞ്ഞിട്ടാണ് അവർ ക്യാൻസർ ആണ് മെഡിക്കൽ കോളേജുകാരും കൂടെ സ്ഥിരീകരിച്ചത്. പതോളജി റിപ്പോർട്ടാണ് നമ്മുടെ പതോളജി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഇത് മാമോഗ്രാമിൻ്റെ കാര്യങ്ങൾ, മാമോഗ്രാമും പിന്നെ കുറേ ബാക്കി ബയോപ്സി ചെയ്തതും പെറ്റ് സ്കാൻ്റെ റിപ്പോർട്ടും ഒക്കെ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഒറിജിനൽ എല്ലാം ഡോക്ടേഴ്സിൻ്റെ കയ്യിലാണ്. നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സാണ് അതെല്ലാം വെക്കേണ്ടത്. ഇത് വീട്ടിൽ അറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു അമ്മയുടെ? അവരെൻ്റെ മുന്നിൽ കരയാൻ പറ്റുമോ? അവരെന്നെ ധൈര്യം തരാനല്ലേ പറ്റത്തുള്ളൂ. ചേച്ചിയായിട്ടും കരിഷ്മയൊക്കെ ആയിട്ടും പപ്പായമ്മയൊക്കെ പലപ്പോഴും പൊട്ടിക്കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ചേച്ചി ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ക്യാൻസറാന്ന് ഓർത്ത് ഞാൻ കരഞ്ഞില്ല. കിച്ചു വലുതായി വൃതപ്പനെ ഓർത്തിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ദൈവമേ, എനിക്കും കൂടെ എന്തേലും വന്നു കഴിഞ്ഞാൽ അവന് കുഞ്ഞല്ലേ, അവൻ എന്ത് ചെയ്യും? അവന് സത്യം പറഞ്ഞാൽ എല്ലാവരും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവൻ എല്ലാവരും ഉണ്ട്, പക്ഷെ ആരും ഇല്ലാത്തൊരവസ്ഥയാവുമല്ലോ. കിച്ചു ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല? എന്നെ വിളിച്ചില്ല, ഞാനും വിളിച്ചിട്ടില്ല. ആ ഒരു സംഭവത്തോടു കൂടി അന്ന് നിങ്ങൾക്ക് അറിയാം, അന്നത്തെ ഒരു ലാസ്റ്റ് വിളിച്ചത് മോനെ കൊണ്ടുപോവുക, പുറത്തു പോവാന്നുള്ളത്. പിന്നെ എന്നെ ഒരു കോണ്ടാക്റ്റും ചെയ്തിട്ടില്ല. ഇത് മുമ്പേ അറിഞ്ഞിട്ട് മനസ്സിൽ വെച്ച് ആരോടും പറയാതിരുന്നിട്ടും അത്രയും ഷോർട്ട് ഫിലിം ആയാലും ഇനോഗ്രേഷൻസ് ആയാലും എല്ലാത്തും പോയി സൈബർ ബുള്ളിങ് ഏറ്റ് എല്ലാവരുടെ വായിലിരിക്കുന്നതും ഒരു കണക്കിന് കേട്ട് എങ്ങനെ ഇത്ര സ്ട്രോങ് ആയിട്ട് ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്നത്? നിങ്ങൾക്കിപ്പം ഇത് കാണുന്നവർക്കറിയാം ഞാൻ ഈ ക്യാൻസർ ആണെന്നും അറിഞ്ഞിട്ടും ഞാൻ എത്ര സന്തോഷത്തോടു കൂടിയ മറ്റുള്ളവരോട് പെരുമാറിയത് ഒക്കെ അറിയാം. ഞാൻ റീൽസ് ചെയ്യുന്നു, ഈ തെറി മുഴുവൻ കേൾക്കുന്നതും ഇങ്ങനെ അറിഞ്ഞിട്ട് തന്നെയാണ്. പക്ഷെ ഓക്കെ, എല്ലാം അറിഞ്ഞിട്ടാണ് ഈ തെറി മുഴുവനും കേട്ടതെന്ന് രേണു പറയുന്നുണ്ട്. എനിക്കതിൽ യോജിപ്പില്ല. അതിൻ്റെ റീസൺ വേറെ ഒന്നുമില്ല. നമ്മളിപ്പോൾ കുറേ കോപ്രായങ്ങളോ അല്ലെങ്കിൽ കുറേ ഊളപ്പരിപാടികളോ സമൂഹത്തിൽ കാണിച്ചു കൂട്ടിയിട്ട് അത് നമ്മൾ ജീവിക്കാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൽ അർത്ഥമില്ലാതായിപ്പോവും. മനസ്സിലായോ? ഇപ്പോൾ രേണു കാണിച്ചിട്ടുള്ള കോപ്രായങ്ങൾ എല്ലാവരും വിമർശിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചധികം വിമർശിച്ചിട്ടുണ്ട്, ഞാൻ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് എല്ലാം. എനിക്ക് അതൊന്നും തെറ്റായിട്ട് എനിക്കിതൊരു ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിരുന്നു, ഞാൻ ചെയ്തതെല്ലാം ശരിയായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ രേണുവിന് ഇങ്ങനെ ഒരു അസുഖം വരാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഞാനെന്നല്ല, ആരും ആഗ്രഹിച്ചിട്ടില്ല. ആരും അങ്ങനെ ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ മഞ്ചപ്പെട്ടില്ലാത്ത ടീംസ് ആണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, ഇവളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന കോപ്രായങ്ങളൊന്ന് നിർത്തി കിട്ടിയാൽ വളരെ നല്ല കാര്യമായിരുന്നെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് പേര് അങ്ങനെയൊക്കെ രീതിയിൽ സംസാരിക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഓഡിയൻസ് ആയാലും അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുള്ളൂ. അല്ല നിനക്കൊരു അസുഖം വന്നിട്ട് നീ ഇല്ലാണ്ടാവണമെന്നൊന്നും ആരും ഇവിടെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്നില്ല, കുറേ വിഷം നിറഞ്ഞ ടീംസ്. ഓക്കെ, അതേ ഉള്ളൂ. പറഞ്ഞാൽ എനിക്കെന്ത് പറയണമെന്ന് അറിയത്തില്ല. ഞാൻ ആകെ ഇവളുടെ ഈ ഇൻ്റർവ്യൂവും കൂടി കണ്ടപ്പോൾ എനിക്ക് ഒരുമാതിരിയായി. ഉള്ള കാര്യം പറയല്ല, മനുഷ്യപ്പറ്റുണ്ടെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമുക്കൊരു സഹതാപം തോന്നൂടെ? അത് തെറ്റൊന്നുമില്ല. ശത്രുക്കളെടുത്ത് സഹതാപം തോന്നിയാലും തെറ്റൊന്നുമില്ല. അത് വെറും മനുഷ്യത്വത്തിൻ്റെ സാധനമാണെന്നങ്ങ് മനസ്സിലാക്കിയാൽ മതി. നമുക്കുടെ വിധിയാണത്. നമുക്ക് ഒരു ഇത് നേരത്തെ കണ്ടുപിടിച്ചതാണ്. ഇതെനിക്ക് അറിയാവുന്നതായിരുന്നു. എന്നിട്ട് പോലും ഞാനത് ആ സമയത്ത് ഞാൻ ചികിത്സിച്ചില്ല. ജസ്റ്റ് ഒന്ന് ഡോക്ടറെ ഒന്നും കൂടെ കണ്ടിരുന്നെങ്കിൽ അത് എടുത്തു കളഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അവസ്ഥ വരത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, ഇതിലും വലിയ കുത്തുവാക്കുകളല്ലേ കേൾക്കുന്നത്. ക്യാൻസറിനേക്കാൾ എനിക്ക് ക്യാൻസർ ഒന്നുമല്ലേ, വേറൊന്നുമല്ല, ഇതിലും വലിയതാണ് കേട്ടത്, അനുഭവിച്ചത്. ഈ ക്യാൻസർ ആയിട്ട് ഞാൻ നാട്ടിലോട്ട് വന്നപ്പോൾ പോലും എയർപോർട്ടിൽ വെച്ച് പോലും വിഷമം ഉണ്ടായി അനുഭവിച്ചത്. ചേച്ചി, ഈ ഒരു 34 വയസ്സിൽ അനുഭവിക്കുന്ന കാര്യങ്ങളൊന്നും ചെറുതല്ല. സൈബർ ബുള്ളിങ് ആയാലും ഭർത്താവിൻ്റെ മരണമായാലും ഇപ്പോഴത്തെ ക്യാൻസർ എന്നൊരു വലിയ രോഗമായാലും ശരിക്കും ദൈവത്തോട് എന്താ ചേച്ചിക്ക് ചോദിക്കാനുള്ളത്? എനിക്ക് വരാനുള്ള ആശ്രയം ദൈവം തരാനുള്ളത് എനിക്ക് ദൈവം തന്നത് തന്നെയാണ്. നമുക്ക് നന്മ തരുന്നതും ദോഷം തരുന്ന എല്ലാം ദൈവം. എനിക്ക് ദോഷമായിട്ട് ഞാൻ ദൈവം തന്ന സന്തോഷത്തോടു കൂടി നമ്മൾ ആ രോഗം. ഇപ്പൊ ചേച്ചി ട്രീറ്റ്മെന്റിന് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ആവില്ലേ? അപ്പൊ അതിനൊക്കെ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ സബ്സ്ക്രിപ്ഷൻ്റെ ഒക്കെ ചീത്ത കേട്ടിട്ടും ഞാൻ മുന്നോട്ട് വന്നത്. നമുക്ക് ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ തെറി കേട്ടിട്ട് ഇതൊന്നും കളയാതെ. ഇത് അറിഞ്ഞിട്ട് തന്നെയാണോ സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയത്? ഇത് നേരത്തെ ഞാൻ പറഞ്ഞ കുറെ നാൾ മുന്നേ അറിഞ്ഞ കാര്യം. ഈ മുഴ ഉള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ.
പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ പ്രൈവറ്റ് ആശുപത്രി പോയതും ഇതൊക്കെ അറിഞ്ഞതിന് ശേഷവും സബ്സ്ക്രിപ്ഷൻ ഞാൻ ചെയ്തുകൊണ്ട് വന്നു. ചേച്ചി, എനിക്ക് ശരിക്കും ചേച്ചിനോട് ഈ നിമിഷത്തിൽ സത്യം പറഞ്ഞാൽ പറയാൻ പാടില്ല. പക്ഷെ എനിക്കിപ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് എൻ്റെ മനസ്സിലൊരു ഇതായി. ചേച്ചി എപ്പോഴും കിച്ചുവിനെ പോലെയായിരുന്നു എന്നെ കണ്ടിട്ടുണ്ടാവുക. എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. അതപ്പം ചേച്ചി റിയലി എന്തെങ്കിലും ഞാൻ മാനസികമായിട്ട് എന്തെങ്കിലും എൻ്റെ ചോദ്യങ്ങൾ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി. അങ്ങനൊന്നും ഇല്ല, സ്ഥാനത്ത് തന്നെ അന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. ക്യാൻസർ ആണെന്ന് അറിഞ്ഞതിന് ശേഷം സുധിച്ചേട്ടൻ്റെ സ്വപ്നം കാണുകയോ? ഞാൻ സുധിച്ചേട്ടൻ്റെ സ്വപ്നം കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ല, കുറേ വർഷമല്ല കുറേ നാളുകളായി. ഞാനത് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം സുധിച്ചേട്ടൻ അങ്ങനെ സ്വപ്നം കാണാറില്ല. ചിലപ്പോൾ ആ ചടങ്ങെല്ലാം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷത്തിൻ്റെ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അധികം കണ്ടിട്ടില്ല. ചേച്ചിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? എനിക്ക് ജീവിക്കണം, നന്നായിട്ട് തന്നെ കുറച്ച് നാൾ കൂടെ എനിക്ക് നന്നായിട്ട് ജീവിക്കണം. എന്നെ ക്യാൻസർ തിന്നരുത്, അതായത് എന്നെ ക്യാൻസർ കീഴ്പ്പെടുത്തരുത്, ഞാനതിനെ കീഴ്പ്പെടുത്തണം. അതിന് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരുടെ പ്രാർത്ഥനയും, ഇനി എന്നെ സ്നേഹിക്കാത്തവരുടെ പ്രാർത്ഥനയും ഒക്കെ ഞാൻ ചോദിക്കുന്നു. ഞാനന്ന് അറിഞ്ഞത് ദുബായിൽ വെച്ചിട്ട് ചെക്ക് ചെയ്തപ്പോഴാണിത് അറിയുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, രേണു അതിനു മുന്നേ അറിഞ്ഞെന്നൊക്കെ പറയുന്നു. എനിക്ക് അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് അറിയത്തില്ല. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തോ ആയിക്കോട്ടെ. എന്തായാലും ക്യാൻസറിനെ അതിജീവിക്കാൻ സാധിക്കട്ടെ. പിന്നെ ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നമില്ല, മീൻസ് ചികിത്സിച്ചാൽ പ്രശ്നമില്ല എന്നല്ല, ചികിത്സിച്ചാൽ ഒക്കെ ആയി വരും എന്നുള്ളൊരു സിറ്റുവേഷനിലാണെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും ഒക്കെ ആവട്ടെ. കൂടുതലായിട്ട് ഈ ഒരു വിഷയത്തിൽ രേണുവിനുമായി സംബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്ക് പറയാനുള്ള അത്രേ ഉള്ളൂ. ഞാൻ ഈ രേണുവിൻ്റെ കണ്ടന്റ് എടുത്ത് രേണുവിനെ ഊക്കാനോ ഒന്നും ഞാൻ വരത്തില്ല. പിന്നെ അത്രയ്ക്ക് എന്തെങ്കിലും ഒരു റിലവൻ്റ് ടോപ്പിക്കോ അല്ലെങ്കിൽ സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷനോ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സംസാരിക്കും. അല്ലാണ്ട് രേണുവിനെ വലിച്ചു കീറി ഒട്ടിക്കാനോ രേണുവിൻ്റെ റീൽസ് എടുത്ത് വെച്ച് ഇനി കളിയാക്കാനോ ഞാൻ വരത്തില്ല. ഞാനത് മുന്നേയും പറഞ്ഞു തന്നെയാണ്. ഞാൻ പക്ഷേ ഇങ്ങനൊരു വീഡിയോ വന്നപ്പോൾ എനിക്കത് രണ്ടു വാക്ക് സംസാരിക്കണമെന്ന് തോന്നി. അത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും കണ്ടന്റിന് വേണ്ടി ചെയ്തതാണ്, കാശിന് വേണ്ടിയിട്ടാണ്. ഓട്ടോ നിങ്ങൾ എന്ത് ചിന്തിച്ചാലും എനിക്കൊരു ഇല്ല, എനിക്ക് പറയാനുള്ളത് പറയാനാണ് ഞാൻ ചാനൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതിൻ്റെ ബേസിസിൽ എനിക്ക് റവന്യൂ കിട്ടുന്നു ഇല്ലെന്നൊന്നും പറയില്ല, കാശ് കിട്ടുന്നൊക്കെ കൊണ്ട് തന്നെയാണ് വീഡിയോ എന്ന് വെച്ചിട്ട് ചില സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയാതിരിക്കാനും പറ്റത്തില്ല. പിന്നെ ഞാൻ രേണുവിൻ്റെ അടുത്തൊരു കാര്യം പറയാം. ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതും ഇങ്ങനത്തെ വീഡിയോസ് അഭിനയിക്കുന്നതും എനിക്ക് അസുഖമായത് കൊണ്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ അഭിനയിച്ച് ജീവിക്കുന്നതെന്ന് പറയുന്നത് നോട്ട് ഫെയർ. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണ്, അത് ഫെയർ അല്ല. കാരണം ഇങ്ങനത്തെ അസുഖമുള്ളവരും ഇങ്ങനത്തെ വേസ്റ്റ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാർ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ഊള പരിപാടികൾ അല്ലെങ്കിൽ ഊള വീഡിയോകളും അതും ഇതൊക്കെ ചെയ്തല്ല അവരൊന്നും ജീവിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ജീവിക്കും എന്നുള്ളൊരു മെസ്സേജ് ദയവ് ഇത് കൊടുക്കാതിരിക്കുക. ദാറ്റ്സ് റോങ്. അതെനിക്ക് പറയണമെന്ന് തോന്നി. കാരണം നമുക്കിങ്ങനെ ഒരു അസുഖം ഉള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്. അത് ഫെയർ ആയിട്ടുള്ളൊരു ഉത്തരമല്ല. ഓക്കെ, അങ്ങനെ പറയരുത്. കാരണം ഇങ്ങനെ അസുഖമുള്ള ഒരുപാട് ആൾക്കാർ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും നാളെ ഇങ്ങനെ ആകണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ അവർ ചോദിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ അങ്ങനത്തെ ഒരു അഭിപ്രായം പറയില്ല. കാരണം എനിക്ക് അസുഖമുള്ളത് കൊണ്ട് കാശിന് വേണ്ടിയിട്ടാണ് ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഷോർട്ട് ഫിലിംസ് അഭിനയിക്കുന്ന ഇത്രയും വൾഗാരിറ്റി നിറഞ്ഞ ഓരോ വീഡിയോസ് ചെയ്യുന്നതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ പറയരുത് ദയവ് ചെയ്തിട്ട്. അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും കൂടിയാണ്. ഓക്കെ, എനിക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഓക്കെ, അത് ഫെയർ അല്ല. അങ്ങനത്തെ ഒരു പോയിന്റ് പറയരുത്. കാരണം ഒരുപാട് ആൾക്കാർ കാണുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നാളെ ഇങ്ങനെ കോപ്രായം കാണിക്കാനായിട്ട് ഇറങ്ങി തിരിക്കുമോ എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മുന്നോട്ട് വയ്ക്കല്ലേ. നിങ്ങളുടെ പേഴ്സണൽ തോട്ടിൽ നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ചിന്തിച്ച് അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊക്കോ. പക്ഷേ അങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് പോകാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല. ആ ഒരു ഇത് നിങ്ങളെ മൈൻഡിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് വെക്കും. പക്ഷേ അത് പുറത്ത് വന്നിട്ട് പബ്ലിക്കിൽ പറയരുത്. എനിക്ക് ഇങ്ങനത്തെ ഉള്ള ഒരു അസുഖം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്തതെന്ന്. ദാറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. എനിക്കത് പറയണമെന്ന് തോന്നി. അല്ലാണ്ട് വേറെ ഒന്നും കൂടുതൽ അതിൽ പറയാനില്ല. ഇനി ഞാൻ ഒരു മെസ്സേജ് കൊടുക്കാം. അതായത് അന്ന് ഈ ഷെഫീനയായിട്ടൊരു വിഷയം ഉണ്ടായ സമയത്ത് ഷെഫീന എന്നെ വലിച്ച് ഇതിൻ്റെ അകത്ത് ഇടയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഒരു പെൺകുട്ടിയാണെങ്കിൽ ഷെഫീനയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു
അവളുടെ ചേച്ചി ഇന്ന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ രേണു അവിടെ ചെക്കപ്പിന് വന്നിട്ടുണ്ടായിരുന്നു. രേണുവിന് ക്യാൻസറാണ് സ്ഥിരീകരിച്ചു എന്ന് ഷഫീനയുടെ അടുത്ത് ഒരു പെൺകുട്ടി പറഞ്ഞു, എൻ്റെ അടുത്തും ഒരു പെൺകുട്ടി പറഞ്ഞു. ഈ പറഞ്ഞ പെൺകുട്ടി ഒന്നാണ്. ഏത്? അതായത് ആ പെൺകുട്ടിയുടെ സഹോദരി അവിടെ വർക്ക് ചെയ്യുന്ന നേഴ്സാണ്. അതുകൊണ്ടാണ് അതങ്ങനെ ആ കുട്ടി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതങ്ങനെ നിന്ന് ആ സമയത്ത് ഷെഫീന അന്ന് ആ പെൺകുട്ടി ഒരുപാട് ബ്ലാക്ക് മെയിൽ ചെയ്തു, ഒരുപാട് ഭീഷണിപ്പെടുത്തി. നീ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നില്ലേ, നിന്റെ ഐഡൻറ്റിറ്റി ഒക്കെ എടുത്ത് ഞാൻ ഇപ്പം അങ്ങ് വീശിക്കളയും, നിന്റെ നാറ്റിക്കും എന്നൊക്കെയുള്ള രീതിയിൽ വളരെ മോശമായിട്ട് ആ പെൺകുട്ടിയോട് അപ്രോച്ച് ചെയ്യുകയൊക്കെ ചെയ്തു. എന്നിട്ട് ആ പെൺകുട്ടി അതായത് അതുൽ വ്ളോഗ്സായി ഞാൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ആ പെൺകുട്ടിയുടെ അടുത്ത് പറയുന്ന വോയിസ് ഷെഫീനയ്ക്ക് ഫോർവേഡ് ചെയ്തു. ഷെഫീന അതെടുത്ത് കണ്ടന്റ് ആക്കി. കണ്ടന്റ് മുഖ്യം ബിഗിലെ ഓക്കെ, കണ്ടന്റാണ്, എല്ലാവരും കണ്ടന്റൊക്കെ തന്നെയാണ് ചെയ്യുന്നത്, ഞാനും കണ്ടന്റാണ് ചെയ്യുന്നത്. പക്ഷേ അവരതെടുത്ത് അന്ന് കണ്ടന്റ് ആക്കി വലിയ വായ്ത്താളമൊക്കെ അടിച്ചിട്ട് അവസാനം എന്നെയും ആ പെൺകുട്ടിയും അടക്കം കൂട്ടിച്ചേർത്ത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് നമ്മൾ ഇത് കണ്ടന്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഫേക്ക് സ്റ്റോറിയാണ്, ഞാനും ആ പെൺകുട്ടിയും കൂടി ചേർന്ന് ഷെഫീനെ ട്രാപ്പ് ചെയ്യാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെയും ആ പെൺകുട്ടിയും ചേർത്ത് വെച്ചിട്ട് ഒരുപാട് മോശമായിട്ട് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് നിങ്ങൾ എന്നെ പറ്റി ചിന്തിക്കേണ്ട. അന്ന് ആ പെൺകുട്ടിയുടെ ഫോട്ടോ, ഐഡന്റിറ്റി, അക്കൗണ്ട് അടക്കം എടുത്ത് വെളിപ്പെടുത്തി, എന്തിന് ഫോൺ നമ്പർ അടക്കം എടുത്ത് വെളിപ്പെടുത്തിക്കൊണ്ടാണ് എന്നെയും ആ പെൺകുട്ടിയെ വെച്ച് ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. ആ പെൺകുട്ടിക്ക് ഒരു ലൈഫുണ്ട്. ആ പെൺകുട്ടി കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയല്ല, ആ പെൺകുട്ടിക്ക് ഇനി ഒരു ലൈഫുണ്ട്. അതുപോലെ തന്നെ ആ പെൺകുട്ടി കല്യാണം കഴിഞ്ഞൊരു കുട്ടിയായിരുന്നെങ്കിൽ, അവളുടെ ഭർത്താവൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഉള്ള അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ സ്വന്തം കാര്യം, സ്വാർത്ഥ താല്പര്യം, അതിൻ്റെ ഇടയിൽ മറ്റുള്ളവരെ എങ്ങനെ വലിച്ചിടണമെന്ന് പോലും നിങ്ങൾ ചിന്തിക്കത്തില്ല. അന്തവും കുന്തവും ഇല്ലാണ്ട് തോന്നിവാസം വായി തോന്നണം വിളിച്ച് പറയുന്ന ഒരു ക്യാരക്ടറാണ്. നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കിടക്കുന്ന കുറേ വിഡ്ഢികളായിട്ടുള്ള ജനങ്ങൾ. ഞാനതും ഇപ്പോഴേ ഞാൻ പറയത്തുള്ളൂ, ഇപ്പോഴും അതേ ഞാൻ പറയത്തുള്ളൂ. അത്രയും കുറേ വിവരദോഷികളുണ്ട്. ഓക്കെ, അന്ന് ആ പെൺകുട്ടിയുടെ ലൈഫിനെ കുറിച്ച് പോലും ചിന്തിക്കാണ്ട് നിങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള കുറേ പേക്കൂത്തുകൾ. നിങ്ങൾ ആരാണ് എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ ആ പെൺകുട്ടിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ പെൺകുട്ടി അറിഞ്ഞ കാര്യം എൻ്റെ വീഡിയോസ് കാണുന്നതുകൊണ്ടാണ് നമ്മളടുത്ത് രണ്ടുപേരെടുത്തും വന്ന് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ പകരം ചെയ്തത് നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിനും നിങ്ങളുടെ ജയത്തിനും വേണ്ടിയിട്ട് ആ പെൺകുട്ടിയും എന്നെയും വെച്ച് കൂട്ടിച്ചേർത്ത് പറഞ്ഞു. അത്രയും വൃത്തികെട്ട ഒരു മെൻറ്റാലിറ്റിയുള്ള ഒരു വൃത്തികെട്ട സ്ത്രീയാണ് നിങ്ങൾ. എനിക്ക് നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കാനില്ല. എന്തായാലും ഇപ്പോൾ രേണു വന്നിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തതിന് ശേഷം ആ പെൺകുട്ടി നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ കേസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് മോളെ സ്ക്രീൻഷോട്ട് ഒന്ന് അയക്കാൻ പറ്റുമെങ്കിൽ അയക്കി, സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് എന്തെങ്കിലും അയക്കാൻ പറഞ്ഞു. ആ പെൺകുട്ടി അതുപോലെ എനിക്കെടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അയച്ച മെസ്സേജ്, നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉളുപ്പ് ബാക്കി കിടപ്പുണ്ടെങ്കിൽ ഇതിനൊരു റിപ്ലൈ കൊടുക്കുക കേട്ടോ. കുറച്ച് ഉളുപ്പുണ്ടെങ്കിൽ ഞാൻ ആ മെസ്സേജ് ഒന്ന് വായിക്കാം. പെൺകുട്ടി ഈ കിളവിക്ക് അയച്ച മെസ്സേജ്. ഇപ്പോൾ എന്തായി, എന്നെ എന്തെല്ലാം സത്യം അറിയാതെ നിങ്ങൾ പറഞ്ഞു, അതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. വായി തോന്നിയാസങ്ങൾ വിളിച്ച് പറഞ്ഞ് സ്വന്തം ജയത്തിന് വേണ്ടി എന്ത് തന്തയില്ലായ്മയും വിളിച്ച് പറയുന്ന നിങ്ങൾക്ക് ആ കൊച്ചു ചോദിച്ചതിനുള്ള ഉത്തരം കൊടുക്കാൻ പറ്റുമോ? കഷ്ടം. ഇങ്ങനെ നാറി ജീവിച്ചിട്ട് എന്നാത്തിനാ? ഓക്കെ, എന്നെയും അതുൽ വ്ളോഗ്സിനെയും ചേർത്ത് വരെ പറഞ്ഞില്ലേ, എനിക്ക് ക്യാൻസർ വരുമെന്ന് വരെ പറഞ്ഞില്ലേ. അതായത് ഈ കുട്ടിക്ക് അടക്കം ക്യാൻസർ വരുമെന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട സ്ത്രീയാണ് അവർ. പിന്നെ എന്നെയും വെച്ച് ചേർത്ത് പറഞ്ഞു. എൻ്റെ ലൈഫ് വിട്, എനിക്ക് കോപ്പ്, എനിക്കിതൊക്കെ കേട്ട ആനമയിലൊട്ടാക്കും. അത് വിട്. പക്ഷെ ആ പെൺകുട്ടിയുടെ കാര്യം നിങ്ങൾക്ക് ഓർക്കാമായിരുന്നു. എന്നെ പറ്റിയിട്ട് നിങ്ങൾ ഇതല്ല ഇതിൻ്റെ അപ്പുറം പറയുന്നത് എനിക്കറിയാം. ഇല്ലാത്ത പെണ്ണ് കേസ് വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി പറയും. അതെനിക്ക് വലിയ വിഷയമുള്ള കേസൊന്നുമില്ല. ഉള്ള പെണ്ണ് കേസാണെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, എന്നെ എന്തൊക്കെയോ ഏജൻ്റ് ആക്കി, ഇപ്പോൾ എല്ലാം തെളിഞ്ഞല്ലോ, അറ്റ്ലീസ്റ്റ് അതിൻ്റെ സത്യാവസ്ഥ പോലും അന്വേഷിക്കാതെ എന്തൊക്കെ കാട്ടിക്കൂട്ടി, കഷ്ടം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി ആ തള്ളച്ചിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇനിയെങ്കിലും ഉളുപ്പില്ലാണ്ട്, കുറച്ച് ഉളുപ്പുകൊണ്ട് ജീവിക്കാൻ നോക്കി കേട്ടോ. എനിക്ക് ഷെഫീനെ അടുത്താണ് പറയാനുള്ളത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അന്ന് ആ പെൺകുട്ടിയുടെ ലൈഫിനെ പറ്റി എങ്കിലും ചിന്തിക്കാമായിരുന്നു. പിന്നെ രേണുവിന് ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഫേക്കായിട്ട് ഉണ്ടാക്കിയതാണ്, ഞാനത് അറിഞ്ഞിട്ട് വീഡിയോ ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളങ്ങ് വായ്ത്താളമൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. ഞാനത് അറിഞ്ഞ സമയത്ത് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ രേണുവിൻ്റെ കേസായതുകൊണ്ട് തന്നെ എനിക്കൊരു ഡൗട്ടായിരുന്നു, ഇത് ഫേക്ക് ആയിരിക്കും. പിന്നെ ഞാൻ അന്വേഷിച്ചു. ചെങ്ങന്നൂർ പോയപ്പോൾ ഞാൻ ആ വഴിക്ക് അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് കൺഫേം ആയി അതുള്ളതാണ്. പിന്നെ ഞാൻ ചെയ്തിട്ടില്ല. പകരം നിങ്ങൾ വലിച്ചിട്ട് നിങ്ങൾ കൊണയടിക്കാൻ വേണ്ടി വന്നു. ഓക്കെ, അതെനിക്ക് പറയാനുള്ളൂ. എന്തായാലും രേണുവിന് എത്രയും പെട്ടെന്ന് അസുഖം സുഖമാവട്ടെ. അസുഖം സുഖമായിട്ട് വേണം പഴയതുപോലെ റീൽസൊക്കെ റിയാക്ട് ചെയ്യാൻ. ഓക്കെ, അതുകൊണ്ട് അടിപൊളിയായിട്ട് ലൈഫിൽ തിരിച്ചു വരാൻ നോക്കൂ. വന്നിട്ട് ഈ അൽക്കുലത്ത് വീഡിയോകളൊന്നും ചെയ്യാണ്ട് മാന്യമായിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ചെയ്ത് മാന്യമായിട്ട് എന്തെങ്കിലും ആൽബങ്ങളൊക്കെ അഭിനയിച്ച് മാന്യമായിട്ട് ജീവിക്കാൻ നോക്കും. എനിക്ക് അത്രേ പറയാനുള്ളൂ. കൂടുതലായിട്ട് എനിക്ക് ഈ വിഷയത്തിലൊന്നും പറയാനില്ല. തെറി വിളിക്കാനുള്ളവർക്ക് വിളിക്കാം. പക്ഷെ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ആ ഒരു ഭാരം
ഇങ്ങനെ കെട്ടിക്കിടക്കും. ഓക്കെ, അപ്പോൾ ശരി, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയൊരു വീഡിയോ ആണ്.